പഴയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കും ശൈലിയിലും അതിൻ്റെ സ്വഭാവ ഗുണങ്ങളിലുമൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണുള്ളത്. തൻ്റെ കുട്ടിക്കാലം മുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് റവന്യൂ വകുപ്പിൽ ഒരു ജോലി നേടി പാലക്കാട്ട് സേവനം അനുഷ്ഠിക്കുകയും പിന്നീട് തിരൂരിലേക്ക് തന്നെ വരികയും ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായ ഇടപെടലിന് മുന്നോട്ട് വരികയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് ബാബ ഹാജി. 1954 നടന്ന ജില്ലാ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ബോർഡിലേക്ക് മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട 7 അംഗങ്ങളിൽ ഒരാൾ ബാബ ഹാജിയായിരുന്നു. അതിൻ്റെ നേതൃത്വവും അദ്ദേഹത്തിനായിരുന്നു. ഡിസ്ട്രിക്ട് ബോർഡിലെ തൻ്റെ പ്രവർത്തനങ്ങളുടെ ആ വലിയ പ്രവർത്തനങ്ങളുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, ആ ഇടപെടലിൻ്റെ കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറായൊരു സന്ദർഭം ഉണ്ടായത്. തുടർച്ചയായി 1970 വരെ തിരൂരിനെ പ്രതിനിധിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തുകയുണ്ടായി. ബാബ ഹാജി എന്ന ഒരു വ്യക്തിത്വം, ജനങ്ങളുടെ ഒരു നേതാവ്, അത് എങ്ങനെയാവണം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി. നാട്ടിലെ വികസനങ്ങൾ ആവശ്യമുള്ളത് തിരിച്ചറിഞ്ഞ് അത് കൊണ്ടുവരിക എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഓരോ സന്ദർഭത്തിലും അവർക്ക് വേണ്ട ആവശ്യങ്ങളെ മനസ്സിലാക്കി സാമൂഹ്യമായി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകളാണ് നടത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും, ഒരു സ്കൂളാണെങ്കിലും മറ്റും ഒക്കെ അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും നിസ്സംശയം പറയാൻ കഴിയും അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ബാബ ഹാജി ആയിരുന്നു എന്ന്. ഒരു ആദർശാധിഷ്ഠിത സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി പണിയെടുത്ത പഴയ മഹാന്മാരുടെ കൂട്ടത്തിലെ ഒരു കണ്ണിയായിരുന്നു അദ്ദേഹം. ദൗർഭാഗ്യവശാൽ മുസ്ലിം ലീഗിനുണ്ടായ ഒരു ഭിന്നിപ്പിനെ തുടർന്ന് 2 ചേരിയിലായ ഒരു സന്ദർഭം. അത് കഴിഞ്ഞ് ആ ഭിന്നിപ്പ് നമ്മളൊന്ന് ആലോചിക്കുമ്പോഴാണ് അതിന് ഒരു ആദർശാധിഷ്ഠിതമായ ഒരു പ്രാധാന്യം അതിനുണ്ടായി. ശരീഅത്തിനെതിരായി വലിയൊരു മുന്നേറ്റം നടക്കുന്ന സന്ദർഭത്തിൽ ലോകത്തുള്ള പുരോഗമനാശയക്കാർ എന്നൊക്കെ പറയുന്നവർ ശരീഅത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന ഒരു സന്ദർഭത്തിൽ 1985 കാലഘട്ടം ഷാബാനു ബീഗവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിന്ന് അതിന്റെ വിധി വന്നപ്പോൾ ഷാബാനു എന്ന് പറയുന്ന 83 വയസ്സുള്ള പെൺകുട്ടിക്ക് 150 രൂപ ജീവനാംശം കൊടുക്കണം എന്ന് മാസാമാസം കൊടുക്കണം എന്ന് വിധി പറഞ്ഞപ്പോൾ അതിൽ ആവശ്യമില്ലാതെ ഖുർആനെ വ്യാഖ്യാനിച്ചൊരു സന്ദർഭം ഉണ്ടായി. അതിമേലാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ആ സന്ദർഭത്തിൽ എല്ലാ സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകളും അതിനെ എതിർക്കാൻ മുന്നോട്ട് വന്നൊരു സന്ദർഭത്തിൽ രാഷ്ട്രീയ രംഗത്ത് 2 ചേരിയിലായിരുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ആ ആദർശാധിഷ്ഠിതമായ താല്പര്യത്തിന്റെ പേരിൽ ഒന്നിക്കുകയാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ അനവധി ഭിന്നിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും പിളർന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, JSS രൂപം കൊണ്ടപ്പോൾ ഗൗരിയമ്മയുടെ പാർട്ടി CPM-ൽ നിന്ന് പടർന്നു പോന്ന് നമ്മുടെ ഗൗരിയമ്മ KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ JSS എന്നൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ രജിസ്റ്റേർഡ് പാർട്ടിയായി അതിന് അംഗീകാരം കൊടുത്തത് 1662 പാർട്ടിയായിട്ടാണ്. അതിനുശേഷം പിന്നെയും കുറെ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ പാർട്ടികൾ ജനിച്ച ഒരു മണ്ണാണ് ഇന്ത്യ. എന്നാൽ അതിൽ അധികം മരിച്ചുപോയതും ഈ മണ്ണിൽ തന്നെയാണ്. എല്ലാം ഇപ്പൊ ജീവിച്ചിരിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടായ കുറെ രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടായി. അതൊക്കെ ചിലത് യോജിച്ച സന്ദർഭങ്ങൾ ഉണ്ടായി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ യോജിക്കാൻ വേണ്ടി പറയാൻ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ടായി. രാജേഷ് റാവു 1983 CPM-ഉം CPI-യും കൂടി ഒന്നിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒന്നിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇനി ഒന്നിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞൊരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്.
എന്നാൽ അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് 2024 എത്തിയ കാലഘട്ടത്തിൽ. എന്നാൽ ഒരു നിമിഷത്തെ ഒരു വിഷയം, ഒരു കോടതിയുടെ ഒരു പരാമർശം, ആദർശാധിഷ്ഠിതമായിട്ടൊരു വിഷയം, ഇത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ കൈവച്ചു എന്ന് കണ്ടപ്പോ ഇനി പാർട്ടിയുടെ ഒന്നിച്ചുള്ള വേറിട്ട് പോക്കല്ല പ്രധാനം, ഇതിനെതിരായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു ശക്തിയിൽ നമ്മൾ ഉണ്ടാവണം എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബ ഹാജി പ്രസിഡന്റായിരുന്ന പാർട്ടി കൂടി ലയനത്തിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ആദ്യം മറ്റേ പാർട്ടി 2 പാർട്ടികളും കൂടി സംസാരിക്കുകയും നിരുപാധികം, അതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം. മറ്റിനൊക്കെ ഒരു ഉപാധികളുണ്ടാകും, ഇന്ന ലക്ഷ്യങ്ങൾ, ഇന്ന രീതിയിൽ, ഇന്ന പങ്കാളിത്തം എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങൾ ഉണ്ടാകും. എന്നാൽ നിരുപാധികം എന്ന താല്പര്യത്തിൽ അങ്ങനെ 2 കൂട്ടരും അംഗീകരിച്ചുകൊണ്ട് ലയനം നടക്കുകയാണ്. ഒരു പൊട്ടലും ചീറ്റലും ആ ഭിന്നിപ്പിനുണ്ടായില്ല എന്ന് മാത്രമല്ല, 40ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആ ലയനം. ആ ലയന മധുരം, ഇന്ത്യയിൽ അതുപോലെ ഒരു മധുരമുള്ള ലയനം, ഒരു കൂടിച്ചേരൽ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. പല പാർട്ടികളും തമ്മിൽ ചേർന്നിട്ടുണ്ട്, കേരള കോൺഗ്രസ് തമ്മിൽ ചേർന്നിട്ടുണ്ട്, കോൺഗ്രസ് ചേർന്നിട്ടുണ്ട്. പല പാർട്ടികൾ ഇങ്ങനെ ചേരുകയും വീണ്ടും പിളരുകയും പിളരാതെ തന്നെ ഉള്ളിൽ അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബാബ ഹാജി സാഹിബ് നേതൃത്വം കൊടുത്ത പാർട്ടി തന്റെ ആദർശത്തിന്റെ മഹിമ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊരു താല്പര്യമില്ലാതെ, അധികാരത്തിന്റെയോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളുടെയോ ഒരു താല്പര്യമില്ലാതെ നിരുപാധികം ലയനം എന്ന് തീരുമാനമെടുത്തത്, അതിൻ്റെ ഒരു മഹത്വം ആ നേതാവിന്റെ അവരുടെ മഹത്വമായാണ് നമ്മൾ കാണേണ്ടത്. ഇന്നും അത് ഒന്നിച്ചു പോവുകയാണ്. ഒരിക്കൽ സീരിയാജ് പറഞ്ഞു, ഈ അലീസ വെച്ച മാതിരി ലീഗിന്റെ ലയനം, അത് പഞ്ചസാര എവിടെ, മറ്റതെവിടെ, ഇതെന്ത് എവിടെ, ഇറച്ചിയുടെ ഭാഗം എവിടെ എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ലയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഈ ഇത്തരം രസകരമായ ഒരു മുന്നേറ്റത്തെ, ഒരു ലയനവും അതിനെ തുടർന്നുള്ള സഞ്ചാരവും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇന്നത്തെ ആളുകളാണ് എങ്കിൽ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെയാണ് ഇതിന്റെ മുമ്പിലുള്ളത് എങ്കിൽ താല്പര്യങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കാൻ അവർക്ക് സാധിച്ചു. ജീവിതം മുഴുവനും കർമ്മ നിരതമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇഖ്ബാലിന്റെ 2 വരികളുണ്ട്. ജീവിതം കർമ്മമാണ്, വിശ്രമം എന്ന ഒന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം. ആ താല്പര്യത്തിലൂടെ നോക്കൂ, ബാബ ഹാജി ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ആ ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹത്തിനെ നോക്കിക്കാണുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ആ ബാബ ഹാജിയെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കാൻ വേണ്ടി ഒത്തുകൂടിയിട്ടുള്ളത്. അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ ഏറ്റവും ആകർഷകമായ രീതിയിൽ, ഏറ്റവും ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഇവിടെ ആദ്യമായി അദ്ദേഹം കൈകാര്യം ചെയ്ത ഒരു ഉത്തരവാദിത്വം PC സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ആ തരത്തിലുള്ള സഹകരണ സ്ഥാപനം ഏറ്റവും വലുത് ആ കാലത്ത് അതായിരുന്നു. PC സൊസൈറ്റികൾ പല താലൂക്കിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും മികച്ചു നിന്ന 1ാം സ്ഥാനത്ത് നിന്ന സൊസൈറ്റി തിരൂരിലേതായിരുന്നു. തിരൂരിൽ ഒരു സൊസൈറ്റി മാത്രമായിരുന്നില്ല, സഹകാരികളുടെ ഒരു കൂട്ടായ്മ മാത്രമായിരുന്നില്ല അത്. നാടിലെ മത്സ്യത്തൊഴിലാളികളും, ഇവിടുത്തെ സാധാരണ മറ്റു തൊഴിലാളികളും, കർഷകരും, പൊതുജനങ്ങളും തന്റെ ആവലാതിയുമായി വന്നിരുന്നത് ആ PCC സൊസൈറ്റിയിലെ പ്രസിഡന്റിന്റെ റൂമിലാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു പൊതുജനങ്ങളുടെ സെക്രട്ടേറിയറ്റായി PCC സൊസൈറ്റി മാറി നിന്ന, അലങ്കൃതമായി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അവിടെയാണ് തനിക്ക് കിട്ടുന്ന ചുമതലയുടെ പ്രാധാന്യമല്ല വരുന്നത്. ഇപ്പൊ അധികാരത്തിന് വേണ്ടി ആണ്ടും കൊണ്ടൊക്കെ ആളുകൾ മാറി ചാടി ചലിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഏത് കസേര എന്നുള്ളതല്ല, കിട്ടിയതിനെ ഭംഗിയായി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് ഒരു നേതാവിന്റെ കഴിവിന്റെ ഭാഗമാണ്. ഏറ്റവും വലിയ പദവി കിട്ടണമെന്നില്ല, കിട്ടിയ പദവി അത് ജനങ്ങൾക്ക് പരമാവധി വിനിയോഗിക്കുവാൻ സാധിച്ചു. ഞാനിപ്പോ ഇങ്ങനെ നിയമസഭയിൽ അംഗമായി ഇങ്ങനെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ വായിച്ചിങ്ങനെ വന്നു നോക്കുമ്പോൾ ബാബ ഹാജിയുടെ ഒരു ഉത്തരവ്, കേരളത്തിൽ അതുവരെ ബാബാജി സ്പീക്കറാകുന്നവരേക്ക് ഗവർണറുടെ നയപ്രഖ്യാപനം കഴിഞ്ഞാൽ അതിന് നന്ദി പ്രമേയം അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്.
ഇംഗ്ലീഷിലാണ് അത് അവതരിപ്പിക്കുക. ആ രീതി മാറ്റുന്നത് ബാബ ഹജി. അദ്ദേഹത്തിന്റെ റൂളിംഗ്, നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയും പ്രമേയ അവതരണവും മലയാളത്തിലായാലും മതി എന്ന തീരുമാനമെടുക്കുന്നത്, ആ റൂളിംഗ് നൽകുന്നത് ബാബ ഹജിയാണ്. മലയാള ഭാഷയുടെ പിതാവിന്റെ സ്മരണയിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിനകത്ത് വെച്ച് അത് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. മുമ്പുള്ള സ്പീക്കർമാരൊക്കെ പലരും വന്നുപോയി. എന്നാൽ അങ്ങനെ ഒരു റൂളിംഗ് നൽകാൻ അതിന് തയ്യാറായത് അദ്ദേഹമാണ്. അതിനുശേഷം മലയാളത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പഴയ കീഴ്വഴക്കമനുസരിച്ച് മദ്രാസി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്തും അതേപോലെ തന്നെ തിരുക്കൊച്ചി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്തും ഇംഗ്ലീഷിലാണ് അതിങ്ങനെ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് കേരളം വന്നപ്പോഴും 57 മുതൽക്ക് 70 വരേക്കുള്ള കാലം അങ്ങനെ തന്നെ അത് ചെയ്തു പോകും. എന്നാൽ അത് തിരുത്തുന്നത് ബാബ ഹാജി. അതാണ് ഞാൻ പറയുന്നത്. ഒരു കസേര ഏത്, ആ കസേര ആസ്വദിക്കുക എന്നുള്ളതല്ല, ആ കസേര ഉപയോഗപ്പെടുത്തി തന്റെ നാടിന് വേണ്ടി സമർപ്പിക്കാൻ എന്തൊക്കെ കഴിയും എന്നത് അദ്ദേഹം ഉജ്ജ്വലമായി നമ്മുടെ മുമ്പിൽ, കേരള സമൂഹത്തിന് മുമ്പിൽ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ആ ബാബ ഹാജി ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിൽ പോയി ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. ഇഖ്ബാൽ പറഞ്ഞ വാക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതം കർമ്മമാണ്. വിശ്രമം എന്ന ഒന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മരണം. അതെ, ബാബ ഹാജി വിശ്രമിച്ചിരിക്കുന്നു. അഭിവാദ്യങ്ങൾ. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ.